പാങ്ങിലേക്ക് നമുക്ക് പോകാം. അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, ഒരു വലിയ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പാങ്ങെന്ന് നമുക്ക് അറിയാം. നമ്മളത് കണ്ടതാണ്. അവിടെ നിന്ന് നമുക്ക് ലഭിച്ച ഓരോ പ്രതികരണങ്ങളിലും ആ നെഞ്ചുലയ്ക്കുന്ന സങ്കടം നമ്മൾ കണ്ടതാണ്. എന്താണ് ഇപ്പോഴത്തെ പാങ്ങിൻ്റെ അവസ്ഥ? അനൂപ്, ഇപ്പോഴും ആ സ്കൂളിലേക്ക്, ആ വിദ്യാലയത്തിലേക്ക് ഒരുപാടധികം ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നാട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, കുട്ടികൾ, അവരുടെയൊക്കെ എന്താണ് വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ എന്താണ്, ഞങ്ങൾ കേട്ട വാർത്തകളൊന്നും ശരിയാകില്ല എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾ നമുക്ക് ഈ നിമിഷവും കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ, ഒരുപക്ഷെ പുലർച്ചയോട് കൂടി തന്നെ ജന്മനാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള, പാങ്ങിൽ നിന്ന് പോയിട്ടുള്ള ബന്ധുക്കൾ മിക്കവാറും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ ഗോകുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇവിടെ നിന്ന് പോയിട്ടുള്ള ബന്ധുക്കൾ ഭൂരിഭാഗവും ഇപ്പോൾ പൊള്ളാച്ചിയിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ഉടനെ പോസ്റ്റ്മോർട്ടം നടപടി, അങ്ങനെയെങ്കിൽ രാവിലെയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക, മറ്റു നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് വിവിധ പള്ളികളിലായിരിക്കും ഖബറടക്കവും കാര്യങ്ങളൊക്കെ നടക്കുക. 7 സ്ത്രീകളാണ്, 2 പുരുഷന്മാരാണ്, അതിലൊരു കുട്ടികളുണ്ട്. പള്ളിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിനാവശ്യമായ സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും അല്ല, എല്ലാ വീടുകളിലേക്കൊന്നും അതിനുള്ള ചടങ്ങുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എത്തിയിട്ടില്ല. നാളെ ആകുമ്പോഴേക്ക് മാത്രമേ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പൊതുദർശനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്കൂളിലാണ് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടാവുക. അതേസമയത്ത് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സ, അത് സംബന്ധിച്ച കാര്യമൊക്കെ വളരെ സുപ്രധാനമായ കാര്യമാണ്. അതിനാവശ്യമായ നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇപ്പം നമുക്ക് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അധ്യാപകരൊക്കെ നാളെ കുട്ടികൾ വരുന്ന സമയത്ത് ആ സ്കൂളിലുണ്ടാകുന്ന ഒരു ശൂന്യതയൊക്കെ, അതിനെ സംബന്ധിച്ചൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാനാവാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അതുപോലെ ഇപ്പോൾ അവിടെയുള്ള 3 പേര്, അവരെ കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഇപ്പം ഈ പരിക്കേറ്റതിന്റെ തോത് എത്രത്തോളം? ഇപ്പോൾ ഒരു കുട്ടി നിരന്തരം ഇവിടെയുള്ള ആളുകളായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ആ കുട്ടിക്ക് കാര്യമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതായിരുന്നു. മറ്റൊരു കാഴ്ചാ പരിമിതിയുള്ള ഒരു അധ്യാപകൻ, ഇവരൊക്കെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഈ അധ്യാപകനും അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു അമ്മയും മകനും മരണപ്പെട്ടിട്ടുണ്ട്. കുടുംബം സമേതം പോയൊരു ടൂറാണ്. സ്കൂളുകൾ കോർഡിനേറ്റ് ചെയ്ത ഒരു ടൂറോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗമായി പോയ ഒരു ടൂറോ അല്ല. അവർ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരുമിച്ചൊരു ഉല്ലാസയാത്ര എന്നുള്ള രീതിയിലായിരുന്നു. രാവിലെ പോകുന്നു, വൈകുന്നേരം തിരികെ വരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതാ സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ ജീവനക്കാർ, അധ്യാപകർ മാത്രമല്ല, പാചക തൊഴിലാളി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഡ്രൈവറുണ്ട്, അങ്ങനെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ കുടുംബസമേതം പോയതായിരുന്നു. പക്ഷേ അവരൊരു പ്രതീക്ഷിക്കാത്തൊരു അപകടമാണ് നടന്നിട്ടുള്ളത്. പറഞ്ഞതുപോലെ ഒരു കുട്ടി ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എത്ര ആളുകളാണ് പോയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് പരിക്ക് പറ്റിയത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ കുട്ടി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നോർമൽ ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെയാണ്. ഇത്രയധികം അപകടം നടന്നെങ്കിലും ആ കുട്ടി രക്ഷപ്പെട്ടു വന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള ആളുകൾക്കും ആ രീതിയിൽ ഉള്ള അപകടം മാത്രമേ, പരിക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. മരണസംഖ്യയും ഇനിയും ഉയരാതിരിക്കാനുള്ള ഒരു നടപടിയാണ് അധികൃതർ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിപ്പോൾ MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മറ്റ് ജനപ്രതിനിധികളും നേരത്തെ ഒരുപാട് ആളുകൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ, നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, കാര്യക്രമങ്ങൾ ചെയ്യുന്ന ഒരു തിരക്കിലാണ് ആളുകളൊക്കെ ഉള്ളത്. പള്ളിപ്പറമ്പ് സ്കൂളിലാണ് പൊതുദർശനം നടക്കുക. അപ്പോൾ അങ്ങ് തന്നെയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പക്ഷേ അതിന്റെ സമയം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് വരേണ്ടിയിരിക്കുന്നു. വന്നതിന് നാളെ രാവിലെയോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ ബോഡി എത്തുകയും പ്രതീക്ഷിക്കാം അല്ലേ? ഇപ്പോൾ ഇവിടേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പറമ്പ് സ്കൂളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി. ഈ നാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ നാട് ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ നിരന്തരം ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ മരിച്ച ഒരു അധ്യാപികയുടെ സഹോദരന്റെ സുഹൃത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരം നിലവിൽ ലഭ്യമായിട്ടുണ്ടോ? പുതിയ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സംഗതികളൊക്കെ തന്നെ. ബോഡി എപ്പോഴേക്ക് കൊണ്ടുവരുന്ന? ബോഡി രാവിലെ 9 മണിയാകുമ്പോഴേക്ക് എത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു വിവരം കിട്ടി? അങ്ങനെ ഒരു വിവരം പറഞ്ഞിട്ടുണ്ട്. 9 മണിയോടുകൂടി മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം രാത്രി, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം തുടങ്ങും. അത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ അവിടുന്ന് പുറപ്പെടുന്നു പറഞ്ഞത്. അവിടെ പിന്നെ തമിഴ്നാട് സർക്കാർ 10 ആംബുലൻസ് സ്റ്റാൻഡിൽ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്.
ഈ നാട്ടിലുള്ള ആളുകളെല്ലാം തന്നെ, നാട്ടുകാരെല്ലാവരും തന്നെ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. അവർക്കൊക്കെ വളരെ അടുപ്പമുള്ള ആളുകളൊക്കെയാണ് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ആ വേദന അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത്ര വേഗം അടങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ സ്കൂളിലേക്ക് കടന്നു പോകുന്ന കവാടത്തിന് സമീപത്ത് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ അധ്യാപികമാരൊക്കെ ആയിട്ട് സംസാരിച്ച, ഒരു പക്ഷേ ഈ യാത്രയ്ക്ക് പോകാതിരുന്ന അധ്യാപികമാരൊക്കെ ആയിട്ട് സംസാരിച്ച നമ്മുടെ പ്രതിനിധി വർഷം നമ്മളോടൊപ്പം ഉണ്ട്. വളരെ വൈകാരികമായിട്ടാണ് ആ അധ്യാപികമാർ സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതം അവർക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ പൂർണ്ണമായ ആ വേദന, നോവ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. തീർച്ചയായും അവരെ സംബന്ധിച്ച് നല്ല വേദനയുള്ള നിമിഷങ്ങളാണ്. പക്ഷെ അപ്പോഴും ഇൻഫർമേഷൻ നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം അവർ ആ സ്കൂളിൽ അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് മാത്രമേ ഉള്ളൂ അവിടെ എത്ര അധ്യാപകർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര പേര് പോയിട്ടുണ്ട്, ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ അറിയുന്നത് അവർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിലും അത് നമ്മളെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ, അത് നിറവേറ്റാൻ വേണ്ടിയാണ് ആ അസ്നത്തി എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള 3 ടീച്ചർമാർ അവിടെ എത്തിയത്. അവർക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിനോദയാത്രയ്ക്ക് പോകാൻ പറ്റാതിരുന്നത്. വർഷങ്ങളിൽ അവർ പോയിരുന്നതാണെന്ന് തോന്നുന്നു. അതെ, എല്ലാ വർഷങ്ങളും ഇവർ പോകാറുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ മാർച്ച് മാസങ്ങളിലൊക്കെയാണ് സ്കൂളിൽ നിന്നും യാത്ര പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് വെക്കേഷൻ ആവുമ്പോഴാണ് ടീച്ചർമാരുടെ ഈവെടുത്ത് സ്കൂളിലൊരു യാത്ര. അത് എല്ലാ വർഷവും ഇവർ പോകാറുണ്ടെന്നാണ് പ്രദേശവാസികളും അതേപോലെ തന്നെ ഈ ടീച്ചർമാരും പറയുന്നത്. അപ്പോൾ ഇത്തവണ ഇപ്പം ഈ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ 3 ടീച്ചർമാർക്ക് പോകാൻ പറ്റാതിരുന്നത്. ആകെ 8 ടീച്ചർമാരാണ്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ അവധിക്കാലത്ത് അധ്യാപകർ ഒരുമിച്ച് ഒരു ടൂറ് പോയതാണ്. പക്ഷേ അവർ മടങ്ങി വന്നില്ല. അതിൽ 10 പേർ മടങ്ങി വന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഹൃദയം പൊട്ടുന്ന വേദനയോടെ മാത്രമേ ആ നാടിനും കേരളത്തിനാകെ അത് കേട്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ. അവിടെ പൊള്ളാച്ചിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള പുതിയൊരു അപ്ഡേഷനാണ് നമുക്ക് ലഭ്യമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.